ഓരോ ജീവിതത്തിലും വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടാകാറുണ്ട്. ചില സമയങ്ങളിൽ ഈ ബുദ്ധിമുട്ടുകൾ നമ്മെ തളർത്തിയേക്കാം, നമ്മുടെ മാനസികാവസ്ഥയെ ബാധിച്ചേക്കാം. എന്നാൽ ഈ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനും കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനും നമ്മെ സഹായിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് റെസിലിയൻസ്. ഈ വാക്ക് നമുക്ക് പരിചിതമാണെങ്കിലും എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് അറിയാത്തവരുണ്ട്. ആദ്യം നമ്മൾ എന്താണ് റെസിലിയൻസ് എന്ന് അറിയേണ്ടതുണ്ട്. ബുദ്ധിമുട്ടുകളോ വെല്ലുവിളികളോ നേരിട്ടതിന് ശേഷം തിരിച്ചു വരാനോ പോസിറ്റീവായി പൊരുത്തപ്പെടാനോ ഉള്ള കഴിവിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും സാധാരണമാണ്. തിരമാലകൾ പോലെ അവ വന്നുകൊണ്ടിരിക്കും. ചില സമയങ്ങളിൽ ഈ പ്രതിസന്ധികൾ ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ നമുക്ക് മേൽ ആഞ്ഞടിച്ചേക്കാം. നമ്മുടെ മാനസികാവസ്ഥയെ താളം തെറ്റിച്ചേക്കാം. മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചേക്കാം. എന്നാൽ ഈ കൊടുങ്കാറ്റുകളെ അതിജീവിക്കാനും ആഞ്ഞു വീശുന്ന കാറ്റിനെതിരെ പായ്ക്കപ്പൽ മുന്നോട്ട് കുതിക്കുന്നത് പോലെ കൂടുതൽ കരുത്തോടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാനും നമ്മെ സഹായിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. അതാണ് റെസിലിയൻസ്. ഇതൊരു സൂപ്പർ പവറല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കഴിവാണ്. റെസിലിയൻസ് എന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല എന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ പതിയെ പതിയെ വളർത്തിയെടുക്കേണ്ട ഒരു കഴിവാണ്. നമ്മുടെ ചിന്തകളിലും ശീലങ്ങളിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നമുക്ക് ഈ ശേഷി മെച്ചപ്പെടുത്താൻ സാധിക്കും. ഈ വീഡിയോയിൽ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ റെസിലിയൻസ് വളർത്താമെന്ന് നമുക്ക് നോക്കാം. റെസിലിയൻസ് വളർത്തുന്നതിനുള്ള ആദ്യത്തെ പടി നമ്മുടെ ചിന്തകളെ തിരിച്ചറിയുകയും അവയെ നിയന്ത്രിക്കുക എന്നതുമാണ്. നെഗറ്റീവ് ചിന്തകൾ നമ്മെ തളർത്തുകയും പ്രതിസന്ധികളെ കൂടുതൽ വലുതായി കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നെഗറ്റീവ് ചിന്തകളുടെ കൂട്ടിൽ നമ്മൾ അകപ്പെട്ടു പോകാറുണ്ട്. ഈ നിഷേധാത്മക ചിന്തകൾ നമ്മെ കൂടുതൽ തളർത്തുകയും മുന്നിലുള്ള ചെറിയ പ്രതിസന്ധികളെ പോലും ഒരു വലിയ പർവ്വതം പോലെ ഭയപ്പെടുത്തുകയും ചെയ്യും. എനിക്കിതൊരിക്കലും ചെയ്യാൻ കഴിയില്ല, എല്ലാം എൻ്റെ തെറ്റാണ്, ഇനി ഒരു പ്രതീക്ഷയുമില്ല തുടങ്ങിയ ചിന്തകൾ നമ്മുടെ മനസ്സിനെ വിഷാദത്തിലേക്കും നിസ്സഹായതയിലേക്കും തള്ളിവിടും. ഒരു അപ്രതീക്ഷിതമായ വെല്ലുവിളി നമ്മുടെ മുന്നിൽ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സ് ആദ്യം ഏറ്റവും മോശമായതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. എന്നാൽ ആ ചിന്തയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ആ സാഹചര്യത്തിൽ സാധ്യമായ നല്ല വശങ്ങളെക്കുറിച്ചും ഈ പ്രതിസന്ധിക്ക് എങ്ങനെയെല്ലാമാണ് പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുക എന്നതിനെക്കുറിച്ചും ബോധപൂർവം ചിന്തിക്കാൻ പരിശീലിക്കുക. നിങ്ങളുടെ ചിന്തകളെ ഒരു പുസ്തകത്തിലെ വാക്കുകൾ പോലെ എഴുതി വയ്ക്കുന്നത്, അതായത് ഒരു ഡയറി എഴുതുന്നത്, നിങ്ങളുടെ ഉള്ളിലെ ഈ ചിന്തകളെ വ്യക്തമായി മനസ്സിലാക്കാനും അവയെ കൂടുതൽ യുക്തിസഹമായി ക്രമീകരിക്കാനും നെഗറ്റീവ് ചിന്തകളുടെ ശക്തി കുറയ്ക്കാനും വളരെയധികം സഹായിക്കും. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ചിന്തകളും അനുഭവങ്ങളും കുറിക്കുന്നത് ഒരു നല്ല ശീലമാണ്. പോസിറ്റീവ് ചിന്തകൾ വളർത്തുന്നത് റെസിലിയൻസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ചെറിയ വിജയങ്ങളെപ്പോലും അംഗീകരിക്കുക. സ്വയം പ്രോത്സാഹിപ്പിക്കുകയും ദയയോടെ പെരുമാറുകയും ചെയ്യുക. നിങ്ങളുടെ ശക്തിയും കഴിവുകളെക്കുറിച്ചും ഓർക്കുക. മുമ്പ് നിങ്ങൾ തരണം ചെയ്ത ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചിന്തിക്കുക. ഓരോ പ്രതിസന്ധിയിലും നിങ്ങൾക്ക് പഠിക്കാനും വളരാനും ഒരു അവസരമുണ്ട് എന്ന് മനസ്സിലാക്കണം. പോസിറ്റീവ് ചിന്തകളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാക്കി മാറ്റുന്നത് റെസിലിയൻസ് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു അതിശക്തമായ മാർഗമാണ്. ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുൻപും ഉണർന്നതിന് ശേഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നന്ദിയുള്ള കുറഞ്ഞത് 3 കാര്യങ്ങളെക്കുറിച്ചെങ്കിലും ആത്മാർത്ഥമായി ചിന്തിക്കുക. അതൊരു നല്ല സൗഹൃദമാകാം, ലഭിച്ച ഒരു ചെറിയ സഹായമാകാം, അല്ലെങ്കിൽ ആസ്വദിച്ച ഒരു മനോഹരമായ നിമിഷമാകാം. നിങ്ങളുടെ ചെറിയ ചെറിയ വിജയങ്ങളെ പോലും ആത്മാർത്ഥമായി അംഗീകരിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. മറ്റുള്ളവരോട് ദയയോടും സ്നേഹത്തോടും പെരുമാറുന്നത് പോലെ നിങ്ങളോടും സ്വയം പ്രോത്സാഹിപ്പിക്കുകയും തെറ്റുകൾ വരുമ്പോൾ പോലും ദയയോടെ പെരുമാറുകയും ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ അതുല്യമായ ശക്തിയെയും നിങ്ങൾ ഇതുവരെ നേടിയെടുത്ത കഴിവുകളെയും എപ്പോഴും ഓർക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് നിങ്ങൾ വിജയകരമായി തരണം ചെയ്ത ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇടയ്ക്കിടെ ഓർമ്മിക്കണം. ഓരോ പ്രതിസന്ധിയിലും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒരു വ്യക്തി എന്ന നിലയിൽ കൂടുതൽ വളരാനും ഒരു സുവർണ അവസരമുണ്ട് എന്ന് ആഴത്തിൽ മനസ്സിലാക്കുക. ഒരു വെല്ലുവിളി വരുമ്പോൾ ഇതെങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാൻ കഴിയുക എന്ന് സ്വയം ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, പതിവായി വ്യായാമം ചെയ്യുക, നന്നായി ഉറങ്ങുക എന്നിവയെല്ലാം നമ്മുടെ മാനസികാവസ്ഥയെയും പ്രതിരോധശേഷിയെയും മെച്ചപ്പെടുത്തും. വ്യായാമം ചെയ്യുന്നത് സമ്മർദ്ദം കുറയ്ക്കാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും. ഉറക്കം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ അത്യന്താപേക്ഷിതമാണ്.
ആരോഗ്യകരമായ ശീലങ്ങൾ നിങ്ങളുടെ റെസിലിയൻസിൻ്റെ അടിത്തറയാണ് എന്ന് നമുക്ക് പറയാം. ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ റെസിലിയൻസ് വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നവരുമായി സമയം ചെലവഴിക്കുക, നിങ്ങളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കുക. ഒരു നല്ല സൗഹൃദ വലയം നിങ്ങൾക്ക് താങ്ങും തണലും നൽകും. ആവശ്യമുള്ളപ്പോൾ സഹായം ചോദിക്കാൻ മടിക്കരുത്. ഒരു സുഹൃത്തോ കുടുംബാംഗമോ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനോ ആകട്ടെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പങ്കുവയ്ക്കുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് ഒരു ശക്തിയാണെന്ന് മനസ്സിലാക്കണം. മൈൻഡ്ഫുൾനെസ് പോലുള്ള ധ്യാന രീതികൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. ഇത് സമ്മർദ്ദം കുറയ്ക്കുകയും നമ്മുടെ റെസിലിയൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദിവസവും കുറച്ച് സമയം ധ്യാനത്തിനായി മാറ്റിവെക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രയോജനകരമാണ്. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശരീരത്തിലെ മാറ്റങ്ങളെ ശ്രദ്ധിക്കുക, ഈ നിമിഷത്തിൽ ലയിച്ചിരിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുകയും നമുക്കൊരു ലക്ഷ്യബോധം നൽകുകയും ചെയ്യും. ഒരു പുതിയ ഹോബി കണ്ടെത്തുക, ഒരു പുതിയ ഭാഷ പഠിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ കഴിവ് നേടുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പ്രതിസന്ധികളെ നേരിടാൻ നിങ്ങളെ കൂടുതൽ സജ്ജരാക്കുകയും ചെയ്യും. വെല്ലുവിളികളെ ഒരു പഠന അവസരമായി കാണുക. ഓരോ തെറ്റിൽ നിന്നും പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുക. വളർച്ചയ്ക്ക് സാധ്യതയുള്ള മേഖലകളെ തിരിച്ചറിയുക. മറ്റുള്ളവരെ സഹായിക്കുന്നത് നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകും. ഒരു സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുക. നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു കൈത്താങ്ങാകുക. ഇത് നിങ്ങളുടെ കാഴ്ചപ്പാട് വികസിപ്പിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങളെ താരതമ്യേന ചെറുതായി കാണാൻ സഹായിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് നമ്മെ കൂടുതൽ ബന്ധിതരാക്കുകയും ഒറ്റപ്പെടൽ കുറയ്ക്കുകയും ചെയ്യും. ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളെ നേരിടാൻ നമ്മൾ തയ്യാറാകണം. വഴങ്ങാനുള്ള കഴിവും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള മനസ്സും റെസിലിയൻസിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. കാര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ നിരാശപ്പെടാതെ പുതിയ വഴികൾ കണ്ടെത്താനും മുന്നോട്ട് പോകാനും ശ്രമിക്കുക. വ്യക്തമായ ലക്ഷ്യങ്ങൾ വയ്ക്കുകയും അവ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്കൊരു ദിശാബോധം നൽകും. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ചെറിയ ഘട്ടങ്ങളാക്കി വിഭജിക്കുക. ഓരോ ഘട്ടം പൂർത്തിയാക്കുമ്പോഴും സ്വയം അഭിനന്ദിക്കുക. ലക്ഷ്യങ്ങൾ നമുക്ക് പ്രോത്സാഹനവും പ്രചോദനവും നൽകും. അവ നേടിയെടുക്കുന്നതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും റെസിലിയൻസ് ശക്തിപ്പെടുകയും ചെയ്യും. നമ്മൾ തെറ്റുകൾ വരുത്തുകയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യും. അത്തരം സമയങ്ങളിൽ നമ്മളോട് തന്നെ ദയയും സ്നേഹവും കാണിക്കണം. സ്വയം വിമർശിക്കുന്നതിന് പകരം ഒരു നല്ല സുഹൃത്ത് നിങ്ങളോട് എങ്ങനെ പെരുമാറുമോ അതുപോലെ തന്നെ സ്വയം പെരുമാറുക. നിങ്ങളുടെ പോരാട്ടങ്ങളെ അംഗീകരിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കുക. നിങ്ങൾക്കാവശ്യമുള്ള ദയയും ശ്രദ്ധയും സ്വയം നൽകുക. സ്വയം കരുണ കാണിക്കുന്നത് റെസിലിയൻസ് വളർത്തുന്നതിനുള്ള ഒരു അടിത്തറ തന്നെയാണ്. റെസിലിയൻസ് എന്നത് ഒരു യാത്രയാണ്, ഒരു ലക്ഷ്യമല്ല. ഇതിന് സമയവും പരിശ്രമവും ആവശ്യമാണ്. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ കരുത്ത് അനുഭവപ്പെട്ടേക്കാം, മറ്റ് ചില ദിവസങ്ങളിൽ ലോ ഫീലായിരിക്കും അനുഭവപ്പെടുക. എന്നാൽ ഈ ചെറിയ ശീലങ്ങളിലൂടെ നിങ്ങൾക്ക് കാലക്രമേണ നിങ്ങളുടെ റെസിലിയൻസ് വളർത്താൻ കഴിയും. ഒരു ചെറിയ വിത്ത് പതിയെ പതിയെ വലിയ മരമായി വളരുന്നത് പോലെ ക്ഷമയോടും സ്ഥിരതയോടും നമ്മൾ പതിയെ പതിയെ വളർത്തിയെടുക്കേണ്ട ഒരു സുപ്രധാന കഴിവാണിത്. നമ്മുടെ ചിന്തകളിലും ദൈനംദിന ശീലങ്ങളിലും ലോകത്തെ നോക്കിക്കാണുന്ന രീതിയിലും ചെറിയ എന്നാൽ ശക്തമായ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നമുക്ക് ഈ മാനസിക ശേഷി അത്ഭുതകരമായി മെച്ചപ്പെടുത്താൻ സാധിക്കും. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിൽ അപാരമായൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ തിരിച്ചറിയുക, വളർത്തുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്.